മരിക്കുന്നതോടുകൂടി നമ്മുടെ രാഷ്ട്രം നമുക്ക് അസ്തമിക്കും, മരിക്കുന്നതോടുകൂടി നമ്മുടെ മതഭക്തി നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതിനുശേഷം എന്താണ്? അതിനുശേഷം സത്യവാനും നീതിമാനുമായിരിക്കുന്ന നിത്യനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് തീർക്കുന്ന നാളിൽ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അപ്പന്മാരെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുവിന്. അങ്ങനെ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിന്റെ സ്നേഹമില്ലാത്തവരായിട്ട് അവർ സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ച് ആരാധിച്ചും ഭജിച്ചും കൊണ്ടും ദൈവം ആരെന്ന് തിരിച്ചറിയാതെ പാപമോചനം നേടാതെ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ ദൈവം ആരെന്ന് തിരിച്ചറിയാതെ യാഗങ്ങളും ബലികളും കർമാചാരങ്ങളും വഴിപാടുകളും തീർത്ഥാടനങ്ങളും പദയാത്രകളും ഒക്കെ ചെയ്തുകൊണ്ട് പാപിയായിട്ട് ജനിച്ച് പാപമോചനം നേടാതെ പാപിയായിട്ട് മരിച്ച് അവരെല്ലാവരും നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹമെന്നാണ് നിങ്ങളുടെ ഒരു കുഞ്ഞ് അവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് നിങ്ങൾ തിണ്ണയിലിരുത്തി നിങ്ങൾ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ കുഞ്ഞ് മുറ്റത്തെ ചെളി വെള്ളത്തിൽ കുളിച്ച് തട്ടഹസിക്കുമ്പോൾ നിങ്ങൾ അവരെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുമോ? ഇല്ല. നിങ്ങൾ ആ കുഞ്ഞിനെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിക്കുന്ന പോലെ പാപത്താൽ ചെളി പിടിച്ച മനുഷ്യരുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് നമ്മളെ വീണ്ടും നിർമ്മലന്മാരും ദൈവത്തിന്റെ മക്കളുമാക്കി തീർപ്പാൻ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ